അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനം. ഇവൻ്റെ അമ്മ മറിയമല്ലേ? പരിശുദ്ധ മറിയത്തിൻ്റെ മകനാണച്ഛൻ. അച്ഛൻ പറഞ്ഞാൽ മാതാവ് കേൾക്കും. ഹോ, എനിക്ക് എന്നോട് തന്നെ തോന്നുന്ന സ്നേഹം മുകളിലെ വരികളിലാണ്. മാതാവിൻ്റെ മകൻ എന്ന വിശേഷണം കിട്ടുക എന്നതിൽ കവിഞ്ഞ് എന്തു ഭാഗ്യമാണ് എനിക്ക് കിട്ടാനുള്ളത്. പലപ്പോഴും ഞാൻ ഇതേ കാര്യം ധ്യാനിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മേ, എന്നെ അറിയുന്നവരെല്ലാം അമ്മയുടെ മകനാണ് ഞാൻ എന്ന് പറയുന്നു. സത്യത്തിൽ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? ഇവൻ്റെ അമ്മ മറിയമല്ലേ എന്ന് ആ തച്ചനെ നോക്കി അവർ പറയുമ്പോൾ ആ തച്ചൻ അഭിമാനപൂരിതനായതുപോലെ അഭിമാനിക്കാൻ മാതാവേ എനിക്ക് പറ്റുമോ? അമ്മയുടെ മകനായി ജീവിക്കാൻ പ്രതിജ്ഞയെടുത്ത ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് മന്ത്രിക്കുന്നു. നന്മ പ്രവർത്തിക്കുന്നവർക്ക് അമ്മയുടെ മക്കളാവാം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പേരുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമുക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ പ്രിയ മക്കളാവാം. മരിയൻ മക്കളെന്ന് നമ്മെ നോക്കി ജനം അത്ഭുതപ്പെടട്ടെ. അവൾ സത്യത്തിൽ സഭയുടെ അമ്മയാണ്, ശ്ലീഹയുടെ അധ്യാപികയും രാജ്ഞിയുമായിരുന്നു. അവൾ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ദൈവരഹസ്യങ്ങളുടെ വലിയൊരു ഭാഗം അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയും ചെയ്തു. ലെയോ 13 മാർപ്പാപ്പയുടെ വാക്കുകളാണ് ഇത്. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.